കുറെ നാളായി വിളിച്ചിട്ട്. ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 91-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അധ്യായം 12 ഭക്തിയോഗം. ഭക്തിയോഗമാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭക്തിയോഗം എന്ന് പറയുമ്പോ ജീവൻ മുക്തരായിട്ടുള്ള ആൾക്കാരുടെ വർണ്ണനയാണ് ഭഗവാൻ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അധ്യായത്തിലെ ഭഗവാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരാരാണ്, ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ്. ആദ്യം ജീവൻ മുക്തന്മാരെ പറ്റി പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഭക്തന്മാരിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്ങനെയുള്ള ഭക്തന്മാരെയാണെന്ന് 13 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളില് അതാണ് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ചു നേരം എടുത്തിട്ട് രാമായണത്തിലേക്ക് പോവാം. കാരണം ഇന്ന് രാമായണത്തിന്റെ ലാസ്റ്റ് പാർട്ട് 10 പേജേ ഉള്ളൂ, അത് തീർക്കാം. അപ്പൊ അനന്യ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവത് പ്രാപ്തി സാധ്യമാകൂ എന്ന് ഭഗവാൻ എല്ലാ ചാപ്റ്ററിലും പറയുന്നുണ്ട്. അനന്യ ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഏകാഗ്ര ഭക്തി, ചിതറിപ്പോകാത്ത ഭക്തിയാണ് അനന്യ ഭക്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഭഗവാൻ ഭക്തി രഹസ്യം വിശദമായിട്ട്, ഇനി ഭക്തിയുടെ രഹസ്യത്തെ പറ്റി 12-ാം അധ്യായത്തില് വിശദമായിട്ട് പറയാനാണ് പോകുന്നത്. അതെല്ലാം കാരണം എന്താണ്? അർജുനന്റെ ജിജ്ഞാസ, അർജുനന്റെ ക്വസ്റ്റ്യൻസ്, ചോദ്യം, അർജുനന്റെ ആ ചോദിക്കാനുള്ള മടിയില്ലായ്മയും അതിനാണ് ഭഗവാൻ ഉത്തരം നൽകുന്നത്. അപ്പൊ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ ഭക്തിയുടെ മാഹാത്മ്യത്തെ പറ്റിയും ഭക്തി യോഗം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിന് ഭക്തിയോഗം എന്ന് തന്നെ പേരുമിട്ടു. ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. ഇത് സഗുണഭക്തി എന്നും നിർഗുണഭക്തി എന്നും 2 തരത്തിലുണ്ട്. സഗുണഭക്തിക്കാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ 10-ാം അധ്യായത്തിലെ വിഭൂതികളും 11-ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശനത്തിലെയും ഏതെടുത്താലും നമുക്ക് സഗുണഭക്തരാവാം. ഏത് ഗുണം വേണമെങ്കിലും ഏത് രൂപം വേണമെങ്കിലും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് സഗുണഭക്തരാവാം. പക്ഷെ ഒരു ആധാരത്തിൽ നമ്മുടെ ഭക്തി ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിർഗുണ ഭക്തിയിലേക്ക്, എല്ലാവർക്കും ആദ്യമേ തന്നെ നിർഗുണ ഭക്തിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നിരാകാരത്തിലേക്ക് ശ്രദ്ധ കൽപ്പിക്കാൻ വളരെ പ്രശ്നമാണ്, വളരെ പ്രയാസമുള്ള, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സാകാരമായൊരു രൂപത്തില്, ഇപ്പൊ സാകാരമായൊരു രൂപം നമ്മുടെ മുൻപിൽ, ഇപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര മധുരമായ ഭക്തി, പലതരത്തിലുള്ള ഭക്തിയാണ് നമുക്ക് തോന്നുന്നത്. മധുരഭക്തിയുണ്ട്, വാത്സല്യ ഭക്തിയുണ്ട്, ശാന്തഭക്തിയുണ്ട്, എല്ലാതരം ഭക്തിയും നമുക്ക് ശ്രീകൃഷ്ണനോട് തോന്നുന്നു അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ശ്രീരാമ അയോധ്യ ക്ഷേത്രത്തിലെ ശ്രീരാമന്റെ വിഗ്രഹം കണ്ടാൽ നമുക്ക് ഭയങ്കരമായ വാത്സല്യ ഭക്തി തോന്നും. എത്ര മനോഹരമായിട്ടാണ് ആ ബിംബം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിസുന്ദരമാണ്. അപ്പൊ അങ്ങനെ ഒരു ആകാരം ഉണ്ടെങ്കിൽ ആകാരത്തിൽ നമ്മുടെ ശ്രദ്ധ നന്നായിട്ട് നമുക്ക് പതിപ്പിക്കാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പം അർജുനൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ സഗുണഭക്തി, നിരാകാര ഭക്തി, അല്ലെങ്കിൽ നിർഗുണ ഭക്തി, അല്ലെങ്കിൽ സാകാര ഭക്തി, നിരാകാര ഭക്തി, ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ ഉണ്ടല്ലോ. ഭഗവാൻ ഒരുപാട് ഭക്തന്മാരില്ലേ, അതിൽ ഭഗവാൻ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പം അർജുനൻ പറഞ്ഞു, ഏവം സതതയുക്താദേ ഭക്താസ്താം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഏ ഭക്ത, ഏതേത് ഭക്തന്മാരാണോ സതതയുക്ത, നിരന്തരയുക്തമായിട്ടുള്ള
സ്മരണയോടുകൂടി, അതാണ് സതതം, എപ്പോഴും നിരന്തരമായിട്ട് സ്മരണയോടുകൂടി ത്വാം സാകാരനായ അങ്ങയെ പര്യുപാസത, എല്ലായിടത്തും കണ്ട് ഭജിക്കുന്നത്, ഉപാസിക്കുന്നത്. ത്വാം, അങ്ങനെ ഭജിക്കുന്നത്. ഏവം അപ്രകാരം ഏ ശപ അഭി, ഏതേത് ഭക്തന്മാരാണോ അക്ഷരം നാശരഹിതവും അവ്യക്തം അവയിൽ തന്നെ നിരാകാരവുമായ ബ്രഹ്മസൂത്രത്തെ ഭജിക്കുന്നത്, തേഷാം അവരിൽ യോഗവിത്തമഹാഖേ, യോഗശ്രേഷ്ഠന്മാരെന്ന് ആരെയാണ് പറയാൻ പറ്റുക? അതെന്താണ്? യോഗശ്രേഷ്ഠന്മാരാണ് ജീവൻ മുക്തന്മാര്, അല്ലെങ്കിൽ പിന്നെ ജീവൻ മുക്തന്മാരും യോഗികൾ എന്നൊക്കെ പറയുന്ന ഭക്തന്മാർ അവരാണ്. അപ്പം ഇങ്ങനെ രണ്ടു കൂട്ടരും ഉപാസിക്കുന്നുണ്ടല്ലോ, അതിൽ ഭഗവാൻ ആരെയാണ് യോഗനിഷ്ഠൻ എന്ന് വിളിക്കാൻ പോകുന്നത് എന്നാണ് അർജുനന്റെ ചോദ്യം. ഏതേത് ഭക്തന്മാരാണോ നിരന്തര സ്മരണയോടുകൂടി സാകാരനായ അവിടെ അങ്ങത്തെ എവിടെയും കണ്ട് ഭജിക്കുന്നത്, അപ്രകാരം ഏതേത് ഭക്തന്മാരാണോ നാശരഹിതവും നിരാകാരവുമായ ബ്രഹ്മരൂപത്തെ സ്മരിക്കുന്നത്, അവയിൽ യോഗശ്രേഷ്ഠന്മാരെന്ന് ആരെ പറയാം എന്നാണ് ചോദിക്കുന്നത്. തേഷാം കേ യോഗവിത്തമാഹ, അവരാണ് ശ്രേഷ്ഠർ. വസ്തുരൂപവും വസ്തുദർശനത്തിനുള്ള ഉപായങ്ങളും ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു. 2 അധ്യായങ്ങളിലായിട്ട് നന്നായിട്ട് പറഞ്ഞു തന്നു. 10ഉം 11ഉം അധ്യായത്തില് അന്തർമുഖമായി മനസ്സിന്റെ ഏകാഗ്രത നേടുകയാണ് വസ്തുദർശനത്തിനുള്ള ഉപായം. അതായത് നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് കാണുന്നതിനേക്കാളും ഏറ്റവും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കണ്ണടയ്ക്കുമ്പോഴാണ്. അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മള് ദേവിയെ കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്ന് ദീപാരാധന വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും, ഇല്ലേ? അപ്പോ ഏറ്റവും ഏറ്റവും നന്നായിട്ട് നമുക്ക് ദേവിയെ അല്ലെങ്കിൽ വിഗ്രഹത്തെ നമ്മുടെ മനസ്സിലാണ് കാണാൻ കഴിയുന്നത്. പുറമേക്ക് കാണുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് കാണുമ്പോഴാണ്, അന്തർചക്ഷുഷു കൊണ്ട്. അതാണ് അവലംബൊന്നും കൂടാതെ അന്തർമുഖമായി ഏകാഗ്രപ്പെടാൻ ലോകവിരക്തി വന്ന് ശുദ്ധമായ മനസ്സിനെ കഴിയൂ. അത്രയ്ക്ക് വിരക്തിയും ശുദ്ധിയും ഉണ്ടാകുന്നത് വരെ ഇഷ്ടദേവതാ രൂപത്തിൽ ഏതെങ്കിലും പ്രതീകം ധ്യാനിച്ച് ചിത്തശുദ്ധി നേടേണ്ടതാണ്. എന്തിനാ ചിത്തശുദ്ധി നേടാൻ ഒരു പ്രതീകം വേണം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പതറിപ്പോവും. അപ്പൊ നമ്മൾ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ സത്യസായിബാബയോ ഷിർഡി സായിബാബയോ അല്ലെങ്കിൽ യേശു അല്ല ആര് തന്നെ ആയിക്കോട്ടെ, ഒരു ഭാവം നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാവണം. അപ്പോഴേ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമ്മുടെ ചിത്തത്തിന് ശുദ്ധി ഉണ്ടാവൂ. പല സ്ഥലത്തേക്ക് മാറി മാറി പോയാല് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവാൻ പ്രയാസമാവും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്രതീകം ഈശ്വരഭാവനയോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ധ്യാനിക്കണം. പ്രതീക ധ്യാനത്തിന്റെ ഉന്നത മാതൃകയാണ് വിശ്വരൂപ ഉപാസന. വിശ്വരൂപം കാണിച്ചത് ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ദേഹാവയവങ്ങൾ തന്നെ എന്ന് സങ്കല്പിച്ച് ഉപാസിക്കുന്നതാണ് വിരാട് രൂപ ഉപാസന അഥവാ വിശ്വരൂപ ഉപാസന. ഇത് ദൃഢപ്പെടുത്താനാണ് ഭഗവാൻ വിശ്വരൂപം കാട്ടിയത്. അതായത് ഭഗവാന്റെ അടിതൊട്ട് മുടി വരെ എല്ലാം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, രോമങ്ങളൊക്കെ വൃക്ഷങ്ങളാണെന്ന് പറയും. ഭഗവാന്റെ രോമങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ വൃക്ഷങ്ങളാണ്. അത്രയ്ക്ക് ഓരോരോ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ് എന്ന് പറയുന്നു, ഭഗവാന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ സഗുണോപാസനകളെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ 1ാം വരിയിൽ ത്വം പര്യുപാസത എന്ന് പറഞ്ഞത്. ഭക്താസ്ത്വം പര്യുപാസതേ, ഭക്തന്മാർ അങ്ങയെ ഉപാസിക്കുന്നു, നിരന്തരം ഉപാസിക്കുന്നു. അതിന് സഗുണഭക്തി. അപ്പൊ നിർഗുണധ്യാനമാണ് ഇനി മറ്റൊരു ഉപായം. സഗുണധ്യാനത്തിൽ നമുക്ക് നേരിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച രൂപത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധ നല്ല പോലെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നിർഗുണോപാസനയ്ക്ക് എന്താണ് വേണ്ടത്? നിർഗുണധ്യാനത്തിന് കുട്ടിക്കാലത്ത് തന്നെ ചിത്തത്തിന് വിരക്തിയും ശുദ്ധിയും എന്നവർക്ക് ആദ്യമേ തന്നെ നിർഗുണോപാസന സാധിക്കാം. അത് എത്ര പേരുണ്ടാവും? കോടിക്കണക്കിൽ ഒരാളാണ്. ശങ്കരാചാര്യരെ പോലെയോ വിവേകാനന്ദ സ്വാമിയെ പോലെയോ ശ്രീരാമകൃഷ്ണൻ, ശ്രീ രമണ മഹർഷി, ചിന്മയാനന്ദ, നാരായണ ഗുരു, അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നിർഗുണ ഉപാസന, അതായത് ഭഗവാനെ അറിഞ്ഞവർ, അവര് ജന്മനാൽ തന്നെ അവര് ജ്ഞാനികളായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സാധാരണ ജീവിതത്തിൽ നിന്ന് വിരക്തി തോന്നിയിട്ട് അവര് ഈ മാർഗത്തിലേക്ക് തിരിയുന്നത്. ഇവരെല്ലാവരും തന്നെ 10-12 വയസ്സില്
തന്നെ ഈ പറഞ്ഞവരെല്ലാവരും വളരെ ചെറുപ്പകാലത്ത് തന്നെ ഭഗവാനിലേക്ക് തിരിഞ്ഞവരാണ്. അതിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു ശങ്കരാചാര്യസ്വാമികൾ. 7 വയസ്സിന് മുമ്പേ 5 വയസ്സിലെ പൂജ തുടങ്ങി ദേവിയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ആളാണ്, മനസ്സിലായില്ലേ? അപ്പൊ 7 വയസ്സിലെ തുടങ്ങി. ആ കഥ അറിയില്ലേ? അച്ഛൻ പൂജയ്ക്ക് ഏൽപ്പിച്ചു. അച്ഛൻ ഒരു ദിവസം എവിടെയോ പോണം, ശിവഗുരു. അപ്പോ മകൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ചെയ്യാമെന്ന് പൂജ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വിചാരിച്ചു ശരി, സന്തോഷം എന്ന് പറഞ്ഞ് മകനെ ഏൽപ്പിച്ചു. നന്നായിട്ട് ചെയ്തോട്ടെ, അവന്റെ ഇഷ്ടപ്രകാരം, കൊച്ചു കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അകത്ത് കയറി ദേവിയുടെ മുമ്പില് പ്രസാദമൊക്കെ വെച്ചിട്ട് ദേവി കുടിക്കണമില്ല, എടുക്കണമില്ല, ഒന്നുമില്ല. അപ്പൊ കരച്ചിൽ തുടങ്ങും. അയ്യോ, എന്റെ അച്ഛൻ എന്നെ വഴക്കു പറയില്ലേ, ദേവി എന്താണ് നിവേദ്യം എടുത്ത് കുടിക്കാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കരച്ചിൽ കണ്ട് ദേവി ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ട് വെച്ചിരുന്ന പാല് മുഴുവൻ അങ്ങോട്ട് കുടിച്ചു. അപ്പൊ പിന്നെയും കരയാൻ തുടങ്ങി. അയ്യോ, എനിക്ക് അടി കിട്ടും, അച്ഛൻ എപ്പോഴും പ്രസാദം തിരിച്ചു കൊണ്ടുവരുമല്ലോ. ദേവിക്ക് അച്ഛൻ വെക്കുന്ന പ്രസാദം എവിടെയാ കുടിച്ചിരിക്കുന്നത്? ഇത് ദേവി ആ ഗ്ലാസ്സിലെ പാല് മുഴുവൻ തീർത്തു. അപ്പൊ പിന്നെയും കരയാൻ തുടങ്ങി. അയ്യോ, എനിക്കിനി അച്ഛന്റെ അടി കിട്ടും, എനിക്ക് പ്രസാദം തരൂ, എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം പ്രസാദം എന്ന് പറഞ്ഞപ്പോ ദേവി സ്വന്തം അമ്മിഞ്ഞപ്പാലാണ് പിഴിഞ്ഞു കൊടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് തീക്ഷ്ണ ബുദ്ധിയും തീക്ഷ്ണ ബുദ്ധിയായിട്ട് വളർന്നു വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് അത്രയ്ക്ക് ഭക്തി. അപ്പൊ ജനിച്ചതിന് ശിവാംശമാണല്ലോ, ശിവാംശമായിട്ട് ജനിച്ച ആളാണ് ശങ്കരാചാര്യസ്വാമി. അങ്ങനെ ചിത്തശുദ്ധി നേടിയ ശേഷം വേണം മനസ്സിന്റെ നൈർഗുണ്യം, നിർഗുണമാക്കണം മനസ്സിനെ അഭ്യസിക്കാൻ. ശ്രുതിയുക്തികൾ കൊണ്ട് വസ്തുവിചാരം ശ്രുതി എന്ന് വെച്ചാൽ വേദം കൊണ്ടും യുക്തികൾ കൊണ്ടും വസ്തുവിചാരം ചെയ്ത് ലോകസങ്കല്പങ്ങൾ ചുരുക്കണം. അതായത് നമുക്ക് നമ്മളിതൊക്കെ പറയുമ്പോഴും വായിക്കുമ്പോഴും, നമ്മൾ ഭജന ചെയ്യുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ ഗീത പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സങ്കല്പം മുഴുവൻ ലോകത്തിലാണ് കൂടുതലും നിൽക്കുന്നത്. ലോക ജീവിതത്തിൽ നമ്മൾ വിട്ടുപോകുന്നില്ല, വിരക്തി നമുക്ക് വരുന്നില്ല. അതൊക്കെ ഇതൊരു സൈഡ് ബിസിനസ്, ഭഗവാൻ പറയുന്നത് പോലെ. താൽക്കാലികമായിട്ട് നമ്മൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു, പക്ഷെ അതുകൊണ്ട് നമുക്ക് മറ്റേതിന്ന് വിട്ടുകളയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അഭ്യസിക്കണം. അഭ്യാസത്തിലൂടെ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിന് സങ്കല്പ നിരോധം വേണം. അതായത് മനസ്സിനെ അടക്കണം. മനസ്സാണ് ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാതരം സങ്കല്പങ്ങളും ഉണ്ടാക്കുന്ന മനസ്സാണ്, നല്ലതും ചീത്തയും. നല്ല സങ്കല്പങ്ങളും മനസ്സ് തരുന്നു, ചീത്ത സങ്കല്പങ്ങളും മനസ്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ മനസ്സിനെയാണ് നമ്മൾ അടക്കേണ്ടത്. അങ്ങനെ അല്പമായ വിചാരമാർഗത്തിലും യോഗമാർഗത്തിനും വിചാരമാർഗത്തിനും തമ്മിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഈ സഗുണോപാസന ശീലിച്ച് ചിത്തശുദ്ധി നേടിയ ശേഷം നമുക്ക് നിർഗുണോപാസനയ്ക്കുള്ള ശക്തി ഉണ്ടാവും. കാരണം നമ്മുടെ ശ്രദ്ധ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും, നമ്മുടെ മനസ്സ് അടങ്ങി. അതാണ് സ്വാമി പറയുന്നത് ഡൈ മൈൻഡ്. അതായത് മനസ്സില്ലാതെ ആവുന്ന അവസ്ഥ, അമനസ്കത എന്ന് പറയും അതിന്. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള സങ്കല്പങ്ങളും നമ്മുടെ മനസ്സിൽ വരില്ല, നമ്മളൊന്നും ചിന്തിച്ചു കൂട്ടില്ല. അതാണ് ചിന്തകളൊക്കെ ഒടുങ്ങിയ മനസ്സ്, അതാണ്. അപ്പൊ അങ്ങനെ സത്യാന്വേഷണ മാർഗത്തിൽ ഇങ്ങനെ സഗുണ നിർഗുണോപാസകന്മാരുന്ന് 2 കൂട്ടരുണ്ടല്ലോ. ഇവരിൽ ശ്രേഷ്ഠരാരാണെന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പം ഭഗവാൻ പറയുന്നത്, അവനവന്റെ മാർഗം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് മർക്കടമുഷ്ടികളായി കഴിയുന്നവർ ഭഗവാന്റെ മറുപടി ശ്രദ്ധിക്കണം. അവനവൻ ചെയ്യുന്നത് മാത്രം ശരി, അവനവന്റെ ദൈവം മാത്രം ശരി, ബാക്കിയൊക്കെ തെറ്റ് എന്ന് പറയുന്ന മർക്കടമുഷ്ടികൾ ഒരുപാടുണ്ടല്ലോ. അവരൊക്കെ ഈ സത്യാന്വേഷണ മാർഗത്തിൽ ഭഗവാന്റെ ഉപദേശം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏകാഗ്രതയ്ക്കും ചിത്തശുദ്ധിക്കുമായി നിരന്തര ധ്യാനം പരിശീലിക്കണം. അങ്ങനെ ധ്യാനം പരിശീലിക്കുന്നവർക്ക് മാത്രമാണ് ഭഗവാനെ ശരിക്ക് കണ്ട് ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്നത്തെ സമയ ദൗർലഭ്യം കാരണം ഭഗവത്ഗീത നമ്മൾ ഇവിടെ നിർത്തുന്നു. തിങ്കളാഴ്ച വീണ്ടും എടുക്കാം. കാരണം രാമായണം നമുക്കിന്ന് തീർക്കാം. അപ്പം ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ചത്. ശ്രീരാമം ജഗദീശ്വരം ജനകജാനിം ജന്തൂനാം ജനകം ജനാർത്തിഹരണം ലോകേശ്വരം ശാശ്വതം ബാല്യാദിമുനീശ്വരൈവരിഹിതം ജാജല്യമാനം സദാ ദിങ്കാലം ജമദഗ്നിസൂനുഹരണം ജാതാനുകമ്പം ഭജേ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ 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 ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നാരായണായ. രാജ്യാഭിഷേകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഭരതൻ പറഞ്ഞു, മെതിയടി തലയിൽ ചുമന്നുകൊണ്ട് വന്ന് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ എടുത്ത് കയറ്റി വെച്ച ശേഷം പറഞ്ഞു, ഭഗവാനെ ഇനി ഇതൊന്നും ഉപേക്ഷിക്കാൻ അങ്ങേ കൊണ്ട് പറ്റില്ല, അങ്ങ് ഈ രാജ്യം സ്വീകരിച്ച് സംരക്ഷിക്കുക തന്നെ വേണം എന്ന് ഭരതൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാൾ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാണ്. ഇതെങ്ങനെയാണ്? സ്വീകരിക്കാൻ പോയപ്പോഴാണ്. സ്വീകരിക്കുകയാണല്ലോ, പുഷ്പവിമാനം വന്ന് ഇറങ്ങിയ സ്ഥലത്ത് സ്വീകരിക്കാനായിട്ട് പോയി ഭരതൻ എല്ലാവരുമായിട്ട് ചേർന്ന്. അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിക്കണേ. അപ്പോഴ് പുഷ്പവിമാനത്തിൽ നിന്ന് താഴെ ഇറങ്ങി നേരെ ആ പുഷ്പവിമാന നന്ദിഗ്രാമത്തിലേക്ക് പോകും. ഭരതൻ അവിടെയാണല്ലോ താമസിക്കുന്നത്, അയോധ്യയിലല്ലല്ലോ. അപ്പം ഭരതാശ്രമത്തിൽ ചെന്നിട്ട് ആ പുഷ്പവിമാനത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചുഷ്പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക വൈഷ്ണവൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു. നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയില്ലായൊരുത്തനും. പുഷ്പവിമാനം ഭഗവാൻ അത്ര കുറച്ചു സമയം ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോ വിമാനത്തിനോട് പറഞ്ഞു, നിന്റെ യജമാനൻ വൈശ്രവണനാണ്, കുബേരനാണ്, തിരിച്ചു പൊയ്ക്കോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പം, ഞാൻ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ വന്നാൽ മതി. അങ്ങനെ വരുന്നത് കൊണ്ട് ആരും നിന്നെ ദ്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുഷ്പവിമാനത്തെ പറഞ്ഞയക്കുകയാണ്. എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നളകാപുരി പൊക്കു വിമാനവും. അളകാപുരിയാണ് വൈശ്രവണന്റെ സ്ഥലം. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു. രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു. വസിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയും ഇരുന്നരുളിനാൻ. ലക്ഷ്മണനും ശ്രീരാമനും കൂടെ മഹർഷി നമസ്കരിച്ചു കുലഗുരുവായ വസിഷ്ഠനെ. അപ്പൊ അദ്ദേഹം അവർക്ക് ഇരിക്കാനായിട്ട് ആസനം നൽകും. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉത്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. എല്ലാവരും, മുനിമാരും ബാക്കിയുള്ള എല്ലാ ശ്രേഷ്ഠരായ ആൾക്കാരും വന്നിട്ട് പറയാണ്, ഇനി അങ്ങ് ഇത് രാജ്യം സ്വീകരിക്കണം. ബ്രഹ്മസ്വരൂപനാമാത്മനാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപവനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്നയം സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചെന്നതു കേട്ടളവിങ്ങിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാപതിയായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരു കീടുകെല്ലാമെന്നു പങ്കജലോനനുജ്ഞയാൽ സംഭ്രമാൽ അസുപൂർണാക്ഷനായി ശത്രുഘ്നനും ദദാ ശ്മശ്രു നികൃതന്മാരെ വരുത്തിനൻ. അതായത് ബാർബേഴ്സിനെ വരുത്തും. ബാർബേഴ്സിനെ വരുത്തുന്ന വെച്ചാൽ ശത്രുഘ്നും ഭരതനും എല്ലാവരും ജടാധാരികളാണല്ലോ.
സംഭാരവേഷവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിരുന്നാൻ ആനന്ദചേതസ. ലക്ഷ്മണന്താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൊണ്ട് എല്ലാവരും കൂടെ വന്നവരും ഒക്കെ വിഭീഷണനും അവരൊക്കെ തന്നെ ആരും ഈ യുദ്ധം കാരണം കുളി ജപാദികളൊന്നും ശരിക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും ജടയും താടിയൊക്കെ വളർന്ന് അപ്പൊ എല്ലാം ഒക്കെ വൃത്തിയാക്കി കുളിച്ച് എല്ലാവരും ശ്രീരാമന്റെ അനുജ്ഞ കിട്ടി. ഞാൻ അന്ന് അയോധ്യ ഭരിക്കാം എന്ന് ശ്രീരാമൻ പറഞ്ഞതുകൊണ്ട് രാജ്യാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുകയാണ്. ശ്രീരാമദേവനും ലക്ഷ്മണൻ പുനരാരൂഢമോദാലങ്കരിച്ചിരിനാൻ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുതാ വാനര നാരീജനത്തിനും കൗസല്യദാനാൻ അലങ്കാരങ്ങൾ നൽകിയിടിനാൻ. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, വാനര ഭാര്യമാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവർക്ക് യോജിച്ച രീതിയിലുള്ള നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്ത് കൗസല്യാദേവി ആദരിക്കും. അന്നേരം അത്ര സുമന്ത്രൻ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസന്തനമേറിനാൻ സുരതനയനും നങ്കത വീരനും മരുതീതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശരഥങ്ങളിലാമാറു നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാപരിവിതരും ആയ രാധതം പിമ്പേ നടന്നു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. ഭഗവാന് ഏറ്റവും അനുയോജ്യമായ രഥത്തിലും ബാക്കി എല്ലാവരും അവരവർക്ക് യോജിച്ച രീതിയിലുള്ള വാഹനങ്ങളും കുതിരകളും പിന്നെ ആനകളും അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ കയറി ഭഗവാന് അകമ്പടി സേവിക്കുകയാണ്. സാരഥ്യവേല ആരാണ് ചെയ്തത്? ഭരതൻ ഇത്രയും കാലം ഒരു കുതിരപ്പുറത്ത് കയറിയിട്ടില്ല, ഒരു രഥത്തിൽ കയറിയിട്ടില്ല, കാലിൽ ചെരുപ്പിടാതെ കാലിലെ പാദത്തിലൊന്നും പാദരക്ഷയില്ലാതെ നടന്നിട്ടുള്ളൂ. ആ ഭരതൻ പറഞ്ഞിട്ടുണ്ട്, എന്നാണോ ഞാൻ ശ്രീരാമന്റെ സന്തനം അതായത് രഥം ഓട്ടിക്കുന്നത് അന്നേ ഞാനൊരു രഥത്തിൽ കയറുമെന്ന് 14 വർഷം മുമ്പ് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാ ഭരതനാണ് സാരഥ്യവേല കൈക്കൊണ്ടാൻ. ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവചനവും വീഴ്ത്തിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറിപ്പരിവാര ജനങ്ങളുമായി നടന്നിരിനാർ. എന്തൊരു വലിയ ഘോഷയാത്രയാണ് നോക്കൂ. വാനരന്മാരൊക്കെ എല്ലാവർക്കും മനുഷ്യന്മാരുള്ള വേഷമാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് അവര് 10,000 പേര് അവര് തന്നെ ഉണ്ട്, അയോധ്യാവാസികൾ വേറെ. അപ്പൊ എന്തൊരു ഒരു നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു ഘോഷയാത്രയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ രാമനീ വണ്ണം എഴുന്നുള്ള നേരത്തു രാമമാരും ചെന്നു. രാമൻ വരുന്ന കണ്ടപ്പം സ്ത്രീകളെല്ലാവരും രമ്യഹർമ്മങ്ങളുടെ മുകളിൽ കയറി നിന്ന് അവരെ ഭഗവാനെ കണ്ടു കൊതി തീർക്കുകയാണ്. കണ്ണിന് ആനന്ദപൂരം പുരുഷം വരം പുണ്യപുരുഷമാലോക്യ നാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ പരവശമാരായി മരുവിനാർ. നന്നമന്നം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമായ താതാലയം കണ്ടു. വാസവൻ എന്ന് വെച്ചാൽ ഇന്ദ്രന്റെ കൊട്ടാരത്തിന് തുല്യമാണ് ദശരഥന്റെ കൊട്ടാരം. അത് കണ്ടിട്ട് അകമ്പുക്ക് പിന്നെ അത് കണ്ടു വന്നിക്കുകയാണ് ശ്രീരാമൻ. അച്ഛന്റെ മന്ദിരം വന്നിച്ചകമ്പുക്കു മാതാവു തൻപദം വന്നിച്ചു ധന്യ പൃതപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നവിരംഭം താൻ. ഭാനൂതനേനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരേൻ. എല്ലാവർക്കും അവരവർക്ക് യോജിച്ച മാതിരിയുള്ള കൊട്ടാരങ്ങളില് സ്ഥാനം കൊടുക്കണം. അതായത് വിഭീഷണനും സുഗ്രീവനും ബാക്കി എല്ലാവർക്കും കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും അവരവർക്ക് യോജിച്ച രീതിയിലുള്ള വാസയോഗ്യമായ സ്ഥലങ്ങളൊക്കെ ഒരുക്കി വേഗം കൊടുക്കാനായിട്ട് ഭരതനെ ഏൽപ്പിക്കും.
എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവർ ഓരോരോ ഗൃഹങ്ങളിൽ മേവിനാൻ സുഗ്രീവനോടു പറഞ്ഞു ഭരതനും. അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാറു നീ കഴിച്ചിടേണം അങ്കദനാദികളാലും. കണ്ട എന്തൊരു വിനയവും എന്തൊരു നിസ്വാർത്ഥതയുമാണ് ഭരതൻ. നോക്കൂ, ഭരതൻ കാത്തിരിക്കുകയാണ്. പക്ഷെ പറയാണ്, ജ്യേഷ്ഠൻ എത്ര പ്രിയപ്പെട്ടവരും ജ്യേഷ്ഠൻ എത്ര സേവനം ചെയ്തവരുമാണ് സുഗ്രീവനും അംഗദനും എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതിന്റെ കൃതജ്ഞതാ സൂചകമായിട്ട് പുറത്തു പറയാതെ തന്നെ അതിന്റെ കൃതജ്ഞതാ സൂചകമായിട്ട് പറയണ ജ്യേഷ്ഠന് ഇപ്പൊ അഭിഷേകമുണ്ട്, അങ്ങാണ് അഭിഷേകം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എത്ര വലിയൊരു സ്ഥാനമാണ് സുഗ്രീവനും അംഗദനും ഒക്കെ കൊടുക്കുന്നത് നോക്കുള്ളൂ. നിങ്ങളാണ് ചെയ്യേണ്ടത്. മംഗലമാറു നീ കഴിച്ചിടേണം 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൻ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനും അംഗദന്താനും സുഷേണനും വൈകാതെ സ്വർണ്ണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായി കെട്ടി വാരി. എല്ലാവരും സമുദ്രജലം എന്ന് വെച്ചാല് ഏറ്റവും ശുദ്ധിയുള്ള ജലമാണ് സമുദ്രജലം. എന്തുകൊണ്ടാണ്? എല്ലാ പുണ്യതീർത്ഥങ്ങളും വന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. അപ്പൊ അഭിഷേകത്തിനായിട്ട് എല്ലാ സമുദ്രങ്ങളിൽ നിന്നും ജലം ശേഖരിച്ച് അതിനെ അതിന്റെ എല്ലാ സ്വർണ്ണ കലശങ്ങളുടെയും വായ പിന്നെ ഇലകൾ കൊണ്ടാണ് മൂടിക്കെട്ടുന്നത്. കൊണ്ടിട്ട് വന്നു. പുണ്യനദീ ജലം പുഷ്കരമാതിയ മഞ്ഞതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റു പദാർത്ഥങ്ങൾ മർക്കടവിന്ദം വരുത്തിയിടിനാൻ ദക്ഷനെ. ശത്രുഘ്നും അമാത്യഹവും മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൻ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകി എന്നിവരോടും വസിഷ്ഠനും ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തു. എത്ര മുനിമാരാണ്! എല്ലാ ശ്രേഷ്ഠരായ മുനിമാരും ഈ ഒരു സംഭവത്തിന് വേണ്ടി എത്രയോ ജന്മങ്ങളായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി വന്നു. ഈ സൂര്യവംശത്തിൽ ജനിച്ചു, ഈ സമയത്ത് ജനിച്ച് വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാത്മീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ എന്നിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് ദാശരഥിക്ക് അഭിഷേകം ചെയ്യുന്നത്. പൊന്നിൻ കലശങ്ങൾ 1008 അങ്ങ് ന്യൂനശോഭം ജപിച്ചാർ മറകളും. നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദന്തം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരരുപകരിച്ചിടിനാർ. ലോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാൻ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരൻ മഹേന്ദ്രൻ മനുകുലനാഥനു. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവേന്ദ്രൻ മാരുതന്റെ കയ്യില്, വായുദേവന്റെ കയ്യിൽ തന്നെ രത്നഖചിതമായ ഒരു സുന്ദരമായൊരു രത്നഹാരം കൊടുത്തയച്ചു. അത് ഭഗവാൻ അണിഞ്ഞു. ദേവഗന്ധർവ യക്ഷാപ്സരവൃന്ദവും ദേവദേവേശനെ ഭജിച്ചിടിന പൂർണ്ണഭക്ത്യ. പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും. സിക്ത ദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹര. എനിക്ക് അയോധ്യയിലെ ശ്രീരാമനാണ് എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ ബാലരാമൻ എന്തൊരു സുന്ദരൻ അല്ലെ! എന്തൊരു എന്താണ് പറയാ, എത്ര സാത്വികമായൊരു സൗന്ദര്യമാണ് ആ ശില്പി ഉണ്ടാക്കി വെച്ചിരിക്കണം. ഈശ്വര, ഭഗവാൻ തന്നെ അയാളുടെ കൈ കൂടെ ഉണ്ടാക്കിയതായിരിക്കണം. എന്തൊരു ഭംഗിയാണ് അതിന്. പീതാംബര പരിശോഭിതം ഭൂതരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടം സേവ്യമാനാമയം. ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. അപ്പം ഭഗവാൻ ഇങ്ങനെ ആരാണ്? മഹാവിഷ്ണു തന്നെ അല്ലേ? അപ്പൊ സീതാദേവിയെ മഹാലക്ഷ്മിയെ സമീപത്തിരുത്തി അവിടെ ഇങ്ങനെ വിരാജിക്കുമ്പം ആദ്യം തന്നെ ഭർഗൻ മഹാദേവൻ ഉമാദേവിയോടുകൂടി വന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് മഹാദേവൻ തന്നെയാണ്. മനസ്സിലായില്ലേ? രാമായ ശക്തിയുക്തായ നമോ നമ. ശ്യാമള കോമള രൂപായ ദേ നമ. കുണ്ടലീനാഥ തൽപായ നമോ നമ. കുണ്ടല മണ്ഡിത ഗണ്ഡായ ദേ നമ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ. ആദിമധ്യാന്തഹീനായ നമോ നമ.
വേദസ്വരൂപായ രാമായ ദേ നമ. വേദാന്ത വേദ്യായ വിഷ്ണവേ ദേ നമോ. വേദാന്തവന്യായ നിത്യായ ദേ നമ. ചന്ദ്രചൂഡൻ പുകഴ്ന്നൂരു നേരം വിഭുതേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മവരം കൊണ്ട് അഹങ്കം. അപ്പം പിന്നെ ബ്രഹ്മാവ് ബ്രഹ്മവരം ഞാൻ കൊടുത്ത വരം കൊണ്ടാണ് രാവണന് അഹങ്കാരം ഉണ്ടായത്. എന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമേ കൊല്ലുള്ളൂ, അതുകൊണ്ട് ഭഗവാന് മനുഷ്യനായിട്ട് അവതരിക്കേണ്ടി വന്നു. അതിനെപ്പറ്റിയാണ് പറയണത്. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപത എല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ. തൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും നന്ദി വണ്ണം ഓരോതരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന് ഉത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലമെന്നീ മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്ര വസു പ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശരവംശ വിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ സുതിച്ചിനൻ. ഓരോരോ ഗ്രൂപ്പായിട്ടുള്ള ഓരോരോ ദേവന്മാര് വന്നിട്ട് ഭഗവാനെ ആശരവംശ രാക്ഷസ വംശത്തിനെ നശിപ്പിച്ച ഭഗവാനെ പുകഴ്ത്തുന്നു. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൽക്കടാക്ഷത്താലൊക്കെ ലഭിച്ചതു ദുഃഖവും തീർന്നതു ഞങ്ങൾക്കു ദൈവമേ. തൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിട അനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമ. ഭക്ത്യാപിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായി ഇന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ ഇഷ്ടിയുണ്ടായതിലിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നതു ഞങ്ങൾക്കു ദൈവമേ. പിതൃക്കൾക്ക് ദണ്ഡങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ആരും പിതൃപൂജയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല രാക്ഷസനെ പേടിച്ചിട്ട്. ഇപ്പൊ അതൊക്കെ മാറി. അപ്പൊ യക്ഷന്മാര് വന്നു. അവരും യക്ഷന്മാരെന്ന് വെച്ചാൽ കുബേരന്റെ ആൾക്കാരാണ് യക്ഷന്മാര്. അവരും സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപ വിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവ സംഘവും ഒക്കെ സ്തുതിച്ചിതു പന്തി കണ്ഠാന്തകൻ തന്നെ നിരാമയം അന്ധനാൻ രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. ഗന്ധർവന്മാരാണ് ദേവന്മാരുടെ പാട്ടുകാരും സംഗീതജ്ഞര്. അവർ ഇതുവരെ ഒളിച്ചു കിടക്കുകയായിരുന്നു രാവണനെ പേടിച്ച്. ഇനിയിപ്പം ഭഗവാന്റെ കീർത്തികളൊക്കെ പാടിക്കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് നടക്കാം എന്ന് പറയണം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിധേനൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മനവൻ തന്നെ മനോഹരമാമണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹം. കിംപുരുഷന്മാർ പരംപുരുഷൻ പദം സംഭാവ്യ ഭക്ത പുകഴ്ന്നാരതിദ്രുതം കമ്പിതന്മാരായി വയം. ഭയം പൂണ്ടൊളിഞ്ചം പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി നിൻപാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാൾ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിതേ രക്താരവിന്ദാഭപുണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം കൊണ്ടു ഗദ്യബദ്ധാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്യാധരന്മാരാണ് കവികൾ, ദേവന്മാരുടെ കവികളാണ്. അവർ വേഗം കവിതകളൊക്കെ രചിച്ചിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. യുദ്ധജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ ദേ നമ. ചാരുരൂപം തേടും അപ്സരസാങ്കണം
ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അംബരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണ്ണോദ്യ മധുരപദങ്ങളാൽ തുഷ്ട്യാകനൊക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാൻ അനുഗ്രഹേണ സമസ്തവും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിന്. ഇങ്ങനെ സകലരും സിദ്ധന്മാരും ഗന്ധർവന്മാരും പിന്നെ തുമ്പുരു നാരദനും എല്ലാവരും വന്നിട്ട് അംബരചാരികളായ സർവ്വദേവന്മാരും അപ്സരസുകളും എല്ലാവരും വന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊണ്ട് താരക ബ്രഹ്മം, അതായത് ഭഗവാന്റെ രാമനാമം ജപിച്ചുകൊണ്ട് അവരവരുടെ വാസസ്ഥലങ്ങളിൽ പോയി വസിച്ചു. സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദമച്യുതം അദ്വയം ഏകം അനാമയം ഭാവനയാ ഭഗവത്പദാംഭോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാം സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം രാമം അഭിഷേക തീർത്ഥാർത്ഥ വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായുധഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദം ഉൾക്കൊണ്ട് ഇരുന്നിതെല്ലാവരും. അത് അങ്ങനെ അഭിഷിക്തനായ ശ്രീരാമൻ സീതാസമേതനായിട്ടിരിക്കുന്ന ആ മനോഹര ദൃശ്യം അതിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ആ പൂർണ്ണനന്ദനെ പോലെ വിളങ്ങുന്ന മുഖവും സുസ്മേര വദനവും എപ്പോഴും പുഞ്ചിരിക്കുന്ന സ്വഭാവമാണ്. എത്ര വലിയ കഷ്ടതയുണ്ടെങ്കിലും ശ്രീരാമനും ശ്രീകൃഷ്ണനും എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അങ്ങനെ അപ്പൊ നീ ഭഗവാൻ വാനരാദികളെ അനുഗ്രഹിക്കാണ്. വിശ്വംഭര പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിരും ദശാന്തരേ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്കങ്ങളോടു കലർന്നു നിന്നിരുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി. ശ്രീരാമന്റെ ഭരണം തുടങ്ങിയപ്പം ദുർഗന്ധ പുഷ്പങ്ങളൊക്കെ സുഗന്ധവാഹികളായി മാറി. യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അഴുക്കുകളും ഇല്ലാതെ വൃക്ഷങ്ങളും പുഷ്പങ്ങളും വീടുകളിലൊക്കെ ഉത്സവ പ്രതീതിയാണ് എപ്പോഴും. സാധാരണ ഭവനങ്ങളിൽ പോലും 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ വസ്ത്രാഭരണ മാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്കു നൽകിയിടിനാൻ സ്വർണരത്നോജലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രമനഘം അനുപമം ആദിത്യപുത്രനു നൽകിനാനാദരാൽ ആതിഥേയാധിപപുത്ര തനയനും. നല്ലൊരു രത്നമാല സുഗ്രീവന് കൊടുത്തു. അങ്കദൊന്നം കൊടുത്തോരനന്തരം മംഗല വാങ്ങിയാം സീതയ്ക്കു നൽകിനാൻ മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വതം. ഇത്ര നല്ലൊരു സ്വർണഹാരം അപ്പൊ സീതാദേവിയുടെ കയ്യിലേക്ക് കൊടുക്കും. അത് കൊടുത്തപ്പോഴത്തേക്കും സീതാദേവി മന്ദസ്മിതത്തോടുകൂടി ഭഗവാനെ നോക്കുകയാണ്. കണ്ട ദേശത്തെങ്കിൽ നിന്നങ്ങ് എടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൻ ഭർത്തൃമുഖാബ്ജവും മാരുതി വക്രവും മധ്യേ മണിമയമായ ഭയങ്കര രത്നഖചിതമായ ഭയങ്കര ഒരു ഹാരമാണ് കേട്ടോ. അതിങ്ങനെ കൊടുത്തപ്പം അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഭഗവാന്റെ മുഖത്തും നോക്കും, പിന്നെ മാരുതിയുടെ മുഖത്തും നോക്കും. അപ്പൊ ഭഗവാന് കാര്യം മനസ്സിലായി. ഇംഗിതജ്ഞൻ, അതായത് മനസ്സിലുള്ളത് ഇംഗിതത്തെ അറിയുന്ന ആളാണ് ഭഗവാൻ. സീതാദേവിക്ക് മാരുതിക്ക് കൊടുക്കാനാണ് ഇഷ്ടം എന്ന് ഭഗവാന് മനസ്സിലായി. പുരുഷോത്തമൻ അന്നേരം മംഗല ദേവതയോട് ചൊല്ലിയിടിനാൻ ഇക്കണ്ടവകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരേ. ദേവിക്ക് ആരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അവർക്ക് നൽകിയിടുക. നീ മറ്റാരുമില്ല നിന്നാകുത ഭംഗം നിനക്ക് നിന്റെ ഇഷ്ടത്തിനെ ഭംഗപ്പെടുത്തുവാൻ ആരുമില്ല. നിനക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് അവർക്ക് കൊടുത്തോളൂ എന്ന് പറയും. നൽകിയിടവനു നീ മറ്റാരും ഇതന്നാകൂത ഭംഗം വരുത്തുവാനോമലെ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്നം വിളിച്ചു. ഹനുമാനും പുത്രസമമായ വാത്സല്യമാണ് സീതയ്ക്ക് ഹനുമാനോടുള്ള. പുത്രൻ തന്നെയാണ് വിളിക്കുന്നത്, പുത്രസമാനം. മനസ്സിലായേ? അന്നത് അപ്പോഴ ഹാരവും കൊണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം മഞ്ഞലിയോടും തിരുമുമ്പിൽ നീരും
അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ വന്ന് മരികെ വിളിച്ചരുൾ ചെയ്തിതാൻ അനന്തപരശനായ മധുരാക്ഷരം. അപ്പൊ അങ്ങനെ തിളങ്ങി നല്ല സ്വർണ്ണ രത്നഹാരം അണിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ഹനുമാനെ ഭഗവാൻ മന്ദഹാസപൂർവ്വം അടുത്തേക്ക് വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് മധുരമായ ഒരു വാക്കുകൾ പറയാണ്. എന്താണ് പറയണത്? മാരുത നന്ദന, വീണ്ടും വരത്ത നീ വീരാവരിച്ചു കൊള്ളുകേതും മടിയാതെ എന്നതു കേട്ടു വന്നിച്ചു കവീന്ദ്രനും വന്നവൻ തന്നോട് അപേക്ഷിച്ചരുണ്. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്, ചോദിച്ചോളൂ എന്ന് ശ്രീരാമൻ പറയുമ്പോ മാരുതി പറയാണ്, സ്വാമിൻ പ്രഭോ നിന്ദുരുവടി തന്നെ നാമവും ചാരു ചരിതവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിരണം. രാമനാമം കേട്ടുകൊള്ളുവാനാരദം രാജ രാമജപസ്മരണ ശ്രവണങ്ങളിൽ രാമമക മനസ്സേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടതയാനിധേ മുറ്റം ഇളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനുഗ്രഹം നൽകിനാൻ. എനിക്ക് ഭഗവാന്റെ രാമനാമം ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുവാനുള്ള മരം തരണം. അതായത് അങ്ങനെ പറഞ്ഞു. അപ്പം മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഹേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്ന് അനുഗ്രഹം. നിനക്ക് ആഗ്രഹമുള്ളതൊക്കെ താനേ വന്നു ചേരുമെന്ന് ജാനകി ദേവിയും അനുഗ്രഹിക്കും. ആനന്ദ ബാഷ്പ പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ ഭാരം മണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാചലം ബുക്കു തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. അങ്ങനെ അനുമതി വാങ്ങിച്ചുകൊണ്ട് ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് അനുമതി വാങ്ങിച്ചുകൊണ്ട് ഹനുമാൻ അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പം ഗുഹനെ വിളിച്ചു. ശൃംഗിവേരം ഭവാൻ മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിരുകന്നോടു നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജ ഭക്തനു യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മാലങ്ങൾ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർന്നു മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ ബുക്കെന്നരുളിച്ചെയ്തിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ധ ബുക്കു എല്ലാവർക്കും യാത്ര പറഞ്ഞു പോകാൻ ഭയങ്കര സങ്കടം. ഒരു വർഷമായിട്ട് ഒരുമിച്ചിരിക്കുകയല്ലേ. അപ്പം എന്നാലും അവനവന്റെ ഡ്യൂട്ടി ചെയ്യണമല്ലോ, സ്വധർമാനുഷ്ഠാനം. അതുകൊണ്ട് കിഷ്കിന്ധയിലേക്ക് പോയി. സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ അശേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോധനം നൂതന പട്ടാമ്പരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിനു പോകുന്നു. പുൽകിക്കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശി രാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നിപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമോദം ഉൾക്കൊണ്ടു പോയാരവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത നമസ്കരിച്ചിടിനാൻ. ചരണാംബുജം മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചനു ജാതി ഞാൻ അചന്ദ്രധാരം ലങ്കയിൽ വാഴുക നീ നാശം അരികളാലുണ്ടാകില്ലതേ. വിഭീഷണോട് പറയും, അചന്ദ്രധാരം ലങ്കയിൽ വാഴുക, നിനക്ക് ഒരിക്കലും നീ ശത്രുക്കൾ ഉണ്ടാവില്ല. എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വന്നിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണ്ണാഭരണങ്ങളും ആവോളം കൊടുത്താശു പോവാനയച്ചാവൃമുത പുനർനീരിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരർത്ഥത്തമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദ വന്നേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു ജാതി വിഭീഷണു. കരഞ്ഞുകൊണ്ടാണ് വിഭീഷണൻ പോണത്. ഇറ്റിറ്റ് വീഴുന്ന കണ്ണീര് തുടച്ചും അങ്ങനെ പിന്നെയും കണ്ണീര് വീഴ്ത്തിയും കൊണ്ട് സങ്കടത്തോടുകൂടി യാത്ര പറഞ്ഞു പോകും. ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു പാണിടിനാൻ. ഈ ഭഗവാന്റെ ശ്രീരാമരാജ്യ ഭാരഫലമാണ്. അതോടുകൂടി ഇത് തീർന്നു. കുറച്ചേ ഉള്ളൂ, അത് തീരും.
ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല, വാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും, ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണം അകപ്പെടുമാറില്ല, കാലേ വരിഷിക്കുമല്ലോ. ഖനങ്ങൾ എന്ന് വെച്ചാൽ മേഘങ്ങളൊക്കെ സമയത്തിന് മഴയുണ്ടാക്കും. രാമ പൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകയില്ലാരുമേ. എല്ലാവനും അനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹം എല്ലാവനുമുണ്ടു നിന്നയുമില്ല പരസ്പരമാർക്കുമേ. ഒരാൾക്കല്ല, രാജ്യത്തിലെ എല്ലാ പ്രജകളുടെ സ്വഭാവമാണ് പറയുന്നത്. രാമൻ രാജ്യം ഭരിച്ചു തുടങ്ങിയപ്പോ രാജ്യത്തിന്റെ സ്വഭാവം തന്നെ മാറി. രാമനെ പോലെ ധർമ്മം എല്ലാവരിലും പ്രകാശിക്കുകയാണ്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. മക്കളെ അച്ഛൻ നോക്കുന്ന മാതിരി രാഘവൻ നോക്കി. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖം എന്തോന്നിതിൽ പരം. സാകേതം എന്ന് വെച്ചാൽ അയോധ്യ. അയോധ്യകൾക്ക് ഇതിൽ പരം എന്തൊരു സുഖമാണുള്ളത്. വൈകുണ്ഠ ലോകഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങൾ അകന്നു നേടി. വൈകുണ്ഠം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുണ്ഠിതമില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. അപ്പൊ വൈകുണ്ഠ സമമായി രാമരാജ്യം. മനസ്സിലായില്ലേ? ഈ രാമായണ മഹാത്മ്യത്തോടുകൂടി അധ്യായം തീരും. അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. ആരാണിത് പറഞ്ഞത്? മൃത്യുഞ്ജയൻ ഭഗവാൻ മഹാദേവനാണിത് പറഞ്ഞു കൊടുത്തത് ഉമാദേവിക്ക്. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കലും ചൊല്ലിലും ദക്ഷനെ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലക്ഷിക്കും ലഭിക്കും മഹാധനം വൃത്താഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകൾ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടുടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥം ആയുടനുണ്ടാകും ആധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണ താപസ മുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കും അത്തിരം. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മ രാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാ നിത്യവും ശുദ്ധബുദ്ധ്യ. ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. പുത്രം ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്തമരോഗത അജാഡ്യം വാക്പ്രബുദ്ധം ഹനുമൽ സ്മരണാൽ ഭവേത്. സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം.
സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ശ്രീരാമ.